ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 21 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഇംഗ്ലീഷിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വൊക്കാബുലറി എന്ന് പറയുന്നത് ആൻറ്റോണിംസ് ആണ്, അതായത് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ സിനോണിംസ് കുറേയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ആൻറ്റോണിംസ് നോക്കാം. പിന്നെ അതിന് ശേഷം ഇന്ന് നമ്മൾ പഠിക്കാൻ വെച്ചിട്ടുള്ള ടോപ്പിക്ക് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 വീഡിയോൻ്റെ ലിങ്ക് ഉണ്ട്, അതിപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാം. എന്നിട്ട് നാളെ നമുക്ക് അതിൻ്റെ മോക്ക് ടെസ്റ്റ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ മോക്ക് ടെസ്റ്റൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ബോയ്ക്കോട്ടിൻ്റെ ആൻറ്റോണിമാണ് അക്സെപ്റ്റ് കേട്ടോ. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബഹിഷ്കരിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അല്ലേ, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബോയ്ക്കോട്ടിൻ്റെ ആൻറ്റോണിമാണ് അക്സെപ്റ്റ്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ടൊരു കോഡ് പറയാം. അതായത് ഇത് വെറുതെ ഒരു കണക്ഷൻ വേണ്ടി മാത്രം പറയുന്നതാണ് കേട്ടോ. നമുക്ക് എക്സാമിന് എങ്ങനെയെങ്കിലുമൊക്കെ മാർക്ക് കിട്ടണം, അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ബോയ്ക്കോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബോയ്ക്കട്ടൊക്കെ ചെയ്തിട്ടുള്ള സ്ത്രീകളെയൊക്കെ ആലോചിക്കാം അല്ലേ, മുടിയൊക്കെ ബോയ്ക്കട്ട് ചെയ്തിട്ടുള്ള സ്ത്രീകളെ ആലോചിക്കാം. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ആൻറ്റോണിയം ആണെന്നുള്ളതും കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ബോയ്ക്കോട്ടിൻ്റെ ആൻറ്റോണിയം എന്താണ്? അക്സെപ്റ്റ്. അടുത്തത് സെലിബസി ആണ്. സെലിബസിയുടെ ആൻറ്റോണിയം മാരേജ് ആണ് കേട്ടോ. അപ്പോൾ മാരേജിൻ്റെ ആൻറ്റോണിയമാണ് സെലിബസി, അതായത് കല്യാണം കഴിക്കാത്ത, ബ്രഹ്മചര്യം, ആ ഒരു മീനിങ് ഒക്കെയാണ് സെലിബസിയുടെ വരുന്നത്. അപ്പോൾ കണക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ സെലിബ്രിറ്റീസിനെ തന്നെ ആലോചിക്കാം അല്ലേ. സെലിബ്രിറ്റീസ് മിക്കവരും കല്യാണം കഴിക്കാറില്ല എന്നുള്ള രീതിയിൽ ആൻറ്റോണിയം ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ സെലിബസിയുടെ ആൻറ്റോണിയം മാരേജ്. അടുത്തത് അനാലിസിസിൻ്റെ ആൻറ്റോണിയമാണ് സിന്തസിസ്. നമുക്കറിയായിരിക്കും, ഫോട്ടോസിന്തസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഒന്ന് ചേർക്കൽ, അതൊക്കെയാണ് സിന്തസിസ് വരുന്നത്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. അടുത്ത ഗെയ്റ്റിയുടെ ആൻറ്റോണിയമാണ് സോറോ കേട്ടോ. ഗെയ്റ്റിയുടെ ആൻറ്റോണിയം എന്താണ്? സോറോ. ഗെയ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആഹ്ലാദം എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഗെയ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ഗെയ്റ്റ് തന്നെ ആലോചിക്കാം. അപ്പോൾ ഗെയ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗെയ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം. അപ്പം ഗെയ്റ്റിയുടെ ആൻറ്റോണിയം എന്താണ്? സോറോ. ഓക്കെ, അടുത്ത് നോക്കാം. റിജിഡിൻ്റെ ആൻറ്റോണിയം എന്താ? ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര വഴങ്ങാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് അല്ലേ. അതാണ് റിജിഡ്, അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഏത് സർക്കംസ്റ്റൻസിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മീനിങ് ഒക്കെയാണ്. വഴങ്ങുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫ്ലെക്സിബിൾ കേട്ടോ. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം. ബാർബറസ് ആണ്. ബാർബറസിൻ്റെ ആൻറ്റോണിയം സിവിലൈസ്ഡ് ആണ് കേട്ടോ. ബാർബറസിൻ്റെ ഓപ്പോസിറ്റ് ആണ് സിവിലൈസ്ഡ്. അപ്പോൾ ബാർബറസ് എന്ന് പറഞ്ഞാൽ അൺസിവിലൈസ്ഡ് എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബാർബർ ഷോപ്പിലൊക്കെ പോയി മുടിയൊക്കെ വെട്ടിയില്ലെങ്കിൽ, ഓക്കെ, അതായത് ഫുൾ തലയിൽ ഇങ്ങനെ താടി മുടിയൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ സിവിലൈസ്ഡ് ആവില്ല എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. സിവിലൈസ്ഡ് ആവില്ല. ഇപ്പോഴത്തെ ഈ ന്യൂജൻ അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വെറുതെ കണക്ഷൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാർബറസിൻ്റെ ആൻറ്റോണിയം എന്താണ്? സിവിലൈസ്ഡ് ആവില്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ബാർബർ ഷോപ്പിൽ പോയില്ലെങ്കിൽ സിവിലൈസ്ഡ് ആവില്ല. ഓക്കെ, അടുത്ത് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ബോയ്ക്കോട്ടിൻ്റെ ആൻറ്റോണിയം അക്സെപ്റ്റ്, സെലിബസിയുടെ ആൻറ്റോണിയം മാരേജ്, അനാലിസിസ് സിന്തസിസ്, ഗെയ്റ്റി സോറോ, റിജിഡ് ഫ്ലെക്സിബിൾ, ബാർബറസ് സിവിലൈസ്ഡ്. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം. ഫിക്കിളിൻ്റെ ആൻറ്റോണിയം എന്താ? കോൺസ്റ്റൻറ്റ്. ഓക്കെ, കോൺസ്റ്റൻറ്റ്. അപ്പം എപ്പോഴും വേരി ചെയ്യുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ഫിക്കിൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഫിക്കിളിൻ്റെ ആൻറ്റോണിയം ഓപ്പോസിറ്റ് ആണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പിക്കിൾ ആലോചിക്കാം. കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പിക്കിൾ കഴിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. കഴിക്കരുത്, അതാണ് നമ്മുടെ ആൻറ്റോണിയം. ഓക്കെ, കാരണം വല്ല BP അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഫിക്കിളിൻ്റെ ആൻറ്റോണിയമാണ് കോൺസ്റ്റൻറ്റ്. അടുത്തത് ഇലുമിനേറ്റ് ആണ്. ഇലുമിനേറ്റിൻ്റെ ആൻറ്റോണിയം ക്ലൗഡാണ്. ഇലുമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ഇങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര പ്രകാശമായിട്ടൊക്കെ നിൽക്കുക അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിയമാണ് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകെ മൂടി ഒക്കെ നിൽക്കുന്ന ഒരു ഇത്. അപ്പോൾ ഇലുമിനേറ്റിൻ്റെ ആൻറ്റോണിയമാണ് ക്ലൗഡ്. അടുത്ത വാക്ക് നോക്കാം. അക്വിറ്റിൻ്റെ ആൻറ്റോണിയമാണ് കൺവിക്റ്റ്. അക്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവിമുക്തനാക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അക്വിറ്റ്. കൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ കുറ്റവാളിയാണ് കേട്ടോ. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അക്വിറ്റിൻ്റെ ആൻറ്റോണിയമാണ് കൺവിക്റ്റ്. ഓക്കെ, അപ്പോൾ കുറ്റവാളിനെയൊക്കെ നമ്മളിങ്ങനെ കണ്ണുവെച്ച് ഇങ്ങനെ നോക്കും, ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ നോക്കിയില്ലേ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ, മാറിപ്പോണ്ട. അടുത്ത വാക്ക് നോക്കാം. ഹൊമേജ് ആണ്. ഹൊമേജിൻ്റെ ആൻറ്റോണിയം എന്താ? ഡിഫിയാൻസ് ആണ് കേട്ടോ. ഹൊമേജിൻ്റെ ആൻറ്റോണിയം ഡിഫിയാൻസ്. ഹൊമേജ് എന്ന് പറഞ്ഞാൽ ആദരിക്കുക. അത് നമ്മുടെ പേരിനകത്ത് തന്നെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഹോമിൽ ഹൊമേജ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. നമ്മുടെ ഹോമിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നു എന്ന് വിചാരിച്ചോ, അതായത് കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളവരെ ആദരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഹൊമേജിൻ്റെ. ഇപ്പോൾ ഡിഫിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളിക്കുക, അല്ലെങ്കിൽ ധിക്കാരം, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അവഗണന, ഇതൊക്കെയാണ് ഡിഫിയൻസിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ കണക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഹോമിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും അവർക്ക് ഫിനാൻസ് കൊടുക്കില്ല എന്ന് ആലോചിക്കുക. ഫിനാൻസ് കൊടുക്കില്ല. ഫിനാൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഡിഫിയാൻസ് ആണ് കേട്ടോ. ഡിഫിയാൻസ്, കൊടുക്കില്ല, അതാണ് നമ്മുടെ ആൻറ്റോണിയം. ഓക്കെ, അപ്പോൾ എല്ലാം ഞാനിവിടെ ഇല്ല വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ആൻറ്റോണിയം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അടുത്ത എക്സ്ട്രാവേഗൻ്റ് ആണ്. എക്സ്ട്രാവേഗൻ്റ് നമ്മൾ ഇന്നലെ പഠിച്ച ഒരു വാക്കാണ് അല്ലേ. എക്സ്ട്രാവേഗൻ്റ് എന്തായിരുന്നു? ലാവിഷ് ആവുക എന്നൊക്കെ പറഞ്ഞില്ലേ. എക്സ്ട്രാ വാങ്ങിയിട്ട് ലാവിഷ് ആവുക എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നതാണ്. എക്സ്ട്രാവാഗൻറ്റിൻ്റെ ആൻറ്റോണിം എന്താണ്? മൈസർലിനെസ് ആണ് കേട്ടോ. എന്താണ്? മൈസർലിനെസ്. മൈസർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭയങ്കര പിശുക്കൻ, ആ ഒരു മീനിങ് ആണ്. ഓക്കെ, അടുത്ത വാക്ക് നോക്കാം. ഇഡിയസി. ഇഡിയസിയുടെ ആൻറ്റോണിമാണ് സെഗാസിറ്റി കേട്ടോ. ഇഡിയസിയുടെ ആൻറ്റോണിം സെഗാസിറ്റി. ഇഡിയസി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഡിയറ്റ് എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. ഓക്കെ, കുറച്ച് ഫൂളിഷ് ആയിട്ട് മണ്ടത്തരം എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇഡിയസി. ആൻറ്റോണിം സെഗാസിറ്റി. അപ്പോൾ സെഗാസിറ്റി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, വിവേകം, ബുദ്ധി എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ കണക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു സിറ്റീനകത്തുള്ള ആൾക്കാരൊക്കെ മിക്കവാറും കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും, ജ്ഞാനമുള്ള ആൾക്കാരായിരിക്കും എന്നൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇഡിയസി എന്ന് പറയുമ്പോൾ ഇഡിയറ്റ് ആലോചിക്കുക കേട്ടോ. ഇഡിയസിയുടെ ആൻറ്റോണിമാണ് സെഗാസിറ്റി എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ? ഫിക്കിളിൻ്റെ ആൻറ്റോണിം കോൺസ്റ്റൻ്റ് ആയിട്ട് ഫിക്കിൾ കഴിക്കാൻ പാടില്ല. ഇലുമിനേറ്റിൻ്റെ ആൻറ്റോണിം ക്ലൗഡ്. എക്വിറ്റിൻ്റെ കൺവിക്റ്റ്. ഹൊമേജിൻ്റെ ആദരിക്കില്ല അല്ലേ. അപ്പോൾ ഫിനാൻസ് കൊടുക്കില്ല. എക്സ്ട്രാവേഗൻറ്റ്, മൈസർലിനെസ്, ഇഡിയസി, സെഗാസിറ്റി. അപ്പോൾ ഇത്രയും ആൻറ്റോണിംസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാൻ ഞാൻ പറഞ്ഞ പോലെ നോട്ടൊക്കെ എഴുതിയിട്ട് പഠിക്കുക കേട്ടോ. PYQ ബുക്ക് ഡെയിലി ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. PYQ ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 30 ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര് ശ്രുതി എന്നാണ് കേട്ടോ. SRUTHY. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.